الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات فبشر الصابرين صدق الله العلي العظيم وصدق وبلغ النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن الله إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط إلى آخر الحديث صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا وافر اللاسين كلي وافرا جدلي بجودك ارضني برضاك يا سيدي مددي سندي ويا وددي مؤيدي مددي عمدي على شددي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين لخمسة نطفي بها غرا وباء الحاتمة المصطفى والمرتضى وابناهما والفاطمة ഞാനൊരു നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളത മേട്ടിലായി മാത്രം പറന്നേനെ ഞാനൊരു മലരിൽ മണമായിരുന്നെങ്കിൽ മദീനത കാറ്റിലായി മാത്രം ലയിച്ചേനെ അമ്പിളി തോൽക്കും അഴകേ വിരിഞ്ഞോ അമ്പവൻ രമ്യ രാജാനബിയോ വാഴുമാ പാവന തീരത്തിലണയാൻ ഉള്ളം കൊതിച്ചു പോയി എന്റെ ഹൃദയം തുടിച്ചു പോയി ഞാനൊരു വെള്ളി
നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ മൗനത മേട്ടിലായി മാത്രം പറന്നേനെ. സഹിൽ തങ്ങളെ ഈ സദസ്സിന് പ്രാർത്ഥനയും ഉദ്ഘാടനവും എല്ലാം സമർപ്പിച്ച അഹ്ലുബൈത്തിന്റെ മാധുര്യം വേണ്ടുവോളം നമ്മുടെ മനസ്സുകളിൽ വാരിക്കോരി മുതിർന്നതിന് അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യ ബഹുമാന്യനായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളെ ഈ സദസ്സിൽ സഹോദരൻ ബഹുമാന്യനായ അലി സാഹിബ്, എന്നോടൊപ്പം ഇവിടെ വന്ന നാട്ടുകാരൻ ആസാദ്, എന്റെ പ്രിയ സഹോദരൻ ബഷീർ സാഹിബ്, ജിദ്ദായ അടുത്ത് താമസിക്കുകയും ഒരുപാട് ആര്യന്മാർക്ക് എല്ലാ സൗകര്യങ്ങളും സംവിധാനം അങ്ങനെ തുടങ്ങി ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിനകത്ത് വന്നു ചേർന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പാപമോചനത്തിനും സ്വർഗീയ സാന്ത്വനതീരത്തിനും നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും പ്രാർത്ഥനയും ഒരു കാരണമാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം ഇഷ്ടാവായ പടച്ചതമ്പുരാൻ സാധുക്കളും പാപികളുമായ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ട ജിദ്ദയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് സാധാരണ ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയമങ്ങൾക്ക് വിപരീതമായി കണിശമായ നിലപാടുകളും നിയമവ്യവസ്ഥകളും നിലവിലുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അൽഹംദുലില്ലാഹ്, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കുറെ നിയമങ്ങൾ തന്നെയാണത്. ഒരിക്കലും ആ രാജ്യത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ആ നിയമങ്ങളിൽ സാധാരണ ഗൾഫ് രാജ്യങ്ങൾ നടക്കുന്നത് പോലെ അഴിഞ്ഞാട്ടങ്ങളും അതിരുകടന്ന പ്രകടനങ്ങളും പരിപാടികളും ഒന്നും ഒരു സ്ഥലങ്ങളിലും പെർമിഷൻ കൊടുക്കാത്ത, രാജ്യത്തെ വേദനിപ്പിക്കുന്ന, രാജ്യത്തിന്റെ നിയമങ്ങളിൽ കൈകടത്തുന്ന ഒന്നിനും ഒരു അനുവാദം കൊടുക്കാത്ത ഒരു പ്രത്യേകമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ രാജ്യത്ത് നിലവിലുള്ളത്. അതിൽ നിന്നും വളരെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാഷണൽ വളരെ ആഘോഷപൂർവ്വം ആസ്വദിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഒരു സ്വീകരണ പരിപാടി പോലെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒന്ന് ഒരുമിച്ചുകൂടാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ അലംഘനീയമായ അനുഗ്രഹവും അത്ഭുതവും തന്നെയാണ്. നിങ്ങൾ ഇത്രയും സമയം വരെ ഒരു 11 മണി വരെ 12 മണി വരെയൊക്കെ കാത്തിരുന്നത് ഒരു പക്ഷേ വെറുതെ ആയിരിക്കുമായിരുന്നു. കാരണം ഈ ഹജ്ജിന്റെ സമയത്ത് എത്ര പരിശ്രമിച്ചിട്ടും ഇന്നലെ ദമാമിലെ സംഘാടകർക്ക് ഇങ്ങോട്ട് വരുന്നതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ശരിയാക്കിയെടുക്കാൻ കുറെ ദിവസമായി പരിശ്രമിക്കുന്നു, സാധിച്ചില്ല. 4 പേർക്ക് ഒരുമിച്ച് ടിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് സാധിക്കാതെ പോയതാണ്. ചിലപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ടാകാം, അതൊക്കെ ഒരു നിമിത്തമാണ്, അതാരെയും കുറ്റപ്പെടുത്താനുള്ളതല്ല. റോഡ് മാർഗം വരുമ്പോ ഒരു മലയാളി ഡ്രൈവർ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വാഹനം നമുക്ക് തങ്ങൾക്കും എനിക്കും ഒക്കെ ഉറങ്ങി വരാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള വാഹനം തന്നെയാണ് കിട്ടിയത്. പക്ഷേ തോയിഫെത്തുന്നതിന് മുമ്പ് ആ വാഹനം
പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. തങ്ങൾ ഫാത്തിഹ ഓതി, ഞാൻ ഫാത്തിഹ ഓതി, എല്ലാവരും ഫാത്തിഹ ഓതി, യാസീൻ ഓതി, വൈത്ത് ചൊല്ലി, വെറുതെ ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്തെങ്കിലും സാധാരണ അങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോ ഒരു ഫാത്തിഹ കൊണ്ടൊക്കെ സംഭവം മാറി വരുന്നതാണ്. അപ്പൊ ഇതിപ്പോ എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് വണ്ടിയോടെ നിർത്തി കുറെ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം തോയിഫിൽ നിന്ന് വേറൊരു വാഹനം അറേഞ്ച് ചെയ്തു. അത് സൗദിയെ പൗരനായ ഒരു പ്രിയപ്പെട്ട അറബി സഹോദരനാണ് ആ വാഹനം ഓടിച്ചത്. അങ്ങനെ വന്നതുകൊണ്ട് തോയിഫിലെ ചെക്കിങ്ങിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ മറ്റവന്റെ കാര്യം കെട്ട പോകുകയായനെ, ചിലപ്പോൾ നമ്മുടെ അകത്തായനെ, മാർക്കോസ് കിടന്ന കല. അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ അതൊരു ഖൈറിനായിരുന്നു. പക്ഷെ ആ സമയം മുഴുവനും നിങ്ങളിവിടെ കുറെ വെയിറ്റ് ചെയ്തു എന്നത് സത്യമാണ്. അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഇവിടെ നമുക്ക് ഒരുപാട് സമയം ഇല്ല. നമ്മുടെ പ്രോഗ്രാം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് സമയം മാത്രമാണെങ്കിലും മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ ചർച്ച ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് ചെയ്യാം. ഇന്നലെ ഒരിക്കലും ഞാൻ യാത്ര ചെയ്ത ക്ഷീണം എനിക്കില്ല, ഇന്നലെ പ്രസംഗിച്ച ക്ഷീണം എനിക്കില്ല. അതൊന്നും അല്ലാഹുവിന്റെ പിന്നെ പൊരുത്തം കൊണ്ടും എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ടും അതൊന്നും ഒരിക്കലും എന്റെ പ്രസംഗത്തെയോ എന്റെ സ്റ്റേജിനെയോ എന്റെ വേദിയോ ബാധിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ ഇവിടുത്തെ നിയമം അതാണ്, 12 മണിക്ക് മുമ്പ് നമുക്ക് പിരിയുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോ ഉള്ളത്. പിന്നെ അതിന് കൂടുതൽ എന്തെങ്കിലും എല്ലാവരും സംബന്ധിച്ച പ്രശ്നമില്ലാത്ത സംഘാടകർ പറഞ്ഞാൽ പറയുന്നത് എനിക്ക് തരിക. ഞാൻ എത്ര സമയം വേണമെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പറയുന്നത് കുതിരത്താണ്, നമ്മുടെ കഴിവല്ല. അതുകൊണ്ടാണ് അള്ളാഹു തരുന്ന അനുഗ്രഹമായതുകൊണ്ട് അതങ്ങനെ നിലനിൽക്കും. നമ്മൾ നിർമ്മിച്ച് എക്സസൈസ് ഒക്കെ ചെയ്തുണ്ടാക്കിയതാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 1 മണിക്കൂറിൽ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ എത്ര ഇങ്ങനെ അള്ളാഹ് ഇങ്ങനെ തുറന്നു തന്നിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ പൊതിക്കൊണ്ടിരിക്കും. ഇന്നലെ 3.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് നേരെ വണ്ടി കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഇന്ന് വണ്ടി ഇറങ്ങി നേരെ ഇങ്ങോട്ട് കയറാം. അതൊക്കെ സംഭവിച്ചു, വേറൊന്നുമില്ല. ഏതായാലും അൽഹംദുലില്ല നിങ്ങളെയൊക്കെ വന്ന് കാണാനും ഇങ്ങനെ ഒന്നൊരുമിച്ച് കൂടാനും ഇതുപോലൊരു പരിപാടി സൗദി അറേബ്യയിൽ നടന്നിട്ടില്ല. ദമാമില് ഇന്നലെ ഇതിന്റെ ഡബിൾ ആള് ഇതിനേക്കാൾ വലിയൊരു ഓഡിറ്റോറിയത്തിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് പ്രഭാഷണം നടക്കുമ്പോ അത് സൗദി അറേബ്യയിലാണോ നാട്ടിലാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള പരിപാടിയായി. അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. ഇന്ന് അൽഹംദുലില്ലാ തരക്കേടില്ലാത്ത രീതിയിൽ പിന്നെ ഇത്രയും തന്നെ ജിദ്ദയിലെ സംഘാടകർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ സൗഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ചവർക്ക് അല്ലാഹു എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ ഇന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളോട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന്, എന്റെ വിഷയം തളരാത്ത മനസ്സ്. ഇത്രയും യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ആരും തളർന്നില്ല, കാത്തിരുന്നിട്ട് നിങ്ങളും തളർന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ദേഷ്യവും ഒക്കെ മനസ്സിലുണ്ടാവും, ഇയാളെ നാട്ടിലും ഇങ്ങനെ തന്നെ, ഇയാളെ കൊണ്ടൊരു സമാധാനം ഇല്ലാതായോ എന്ന് ചിന്തിക്കരുത് ദയവ് ചെയ്ത്. അല്ലാഹു തആല നല്ല മനസ്സിന്റെ ഉടമകളാക്കി നമ്മെ മാറ്റട്ടെ. തളരാത്ത മനസ്സ് എന്നതാണ് വിഷയം. 2 മണിക്കൂറിലെ വിഷയം നമുക്ക് 1 മണിക്കൂറിൽ ഇൻഷാ അല്ലാഹ് ചുരുക്കിയൊക്കെ എടുക്കാം, അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ വിഷയം പിന്നെ നമ്മുടെ ഈ ശംഷാദ് സലീം പറഞ്ഞൊരു സ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു. അത് എന്റെ പ്രസംഗത്തെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങളോട് ആ സ്ഥാപനത്തെ കുറിച്ച് സംസാരിക്കുന്ന കാര്യവും നിങ്ങൾ ആര് അതിന് താല്പര്യമുണ്ടാവണം, നിങ്ങളിൽ ആര് അതിനോട് ആഗ്രഹം പ്രകടിപ്പിക്കണം, അതൊക്കെ അള്ളാന്റെ തീരുമാനമാണ്. അതിലൊരിക്കലും നമുക്ക് കൈകടത്താൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ. എന്റെ ഒന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നു, തളരാത്ത മനസ്സ്. നിങ്ങളെല്ലാവരും വായനാശീലമുള്ളവരാണ്. പ്രവാസികൾ അധികവും എഴുത്തുകാരെ പരിചയപ്പെടുന്നവരാണ്. ആടുജീവിതം എന്ന പുസ്തകം വായിക്കാത്ത കേൾക്കുകാർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് സൗദിയ എന്ന രാജ്യത്ത് താമസിക്കുന്നവർ. അതുപോലെ നൂറുകണക്കിന് രചനകൾ, പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരൊക്കെ സമയം പോലെ വായിക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്, കൈകാര്യം ചെയ്യുന്നവരാണ്. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കഥയുണ്ട്. വളരെ പ്രശസ്തമായ ഒരു കഥയാണ് റോബിൻസൺ ക്രൂസോ. ആ ക്രൂസോ പറയുന്ന ആ കഥയുടെ നായകനെ, ആ കഥയുടെ കഥാനായകനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നത് ഒരു കപ്പൽ യാത്ര ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിട്ടാണ്.
എപ്പോഴും കടലിന്റെ മുകൾ ഭാഗത്തൂടെ അലതല്ലുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കപ്പലിന്റെ മുകൾ ഭാഗത്തിരുന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന, ആ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു കഥാനായകൻ ക്രൂസോ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ ഒരു വലിയ അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഇനി രക്ഷപ്പെടാൻ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കി കടലിന്റെ ഉള്ളറയിൽ കൈകാലിട്ടിരിക്കുമ്പോ അത്ഭുതകരമായി റോബിൻസൺ ക്രൂസോ രക്ഷപ്പെടുകയാണ്. പക്ഷേ രക്ഷപ്പെട്ട അദ്ദേഹം എത്തുന്നത് വളരെ അധികം ആളുകൾ താമസമില്ലാത്ത വിജനമായ ഒരു ദ്വീപിൽ, വളരെ ചുരുങ്ങിയ അളവ് മാത്രമുള്ള ലോകത്തെ ദ്വീപുകളെ വളരെ വലുതുമായിട്ട് ഒട്ടനവധിയുണ്ട്. അതിൽപ്പെട്ട വളരെ ചെറിയ ഒരു ദ്വീപിൽ ഒരാളും കടന്നു വരാത്ത, ഒരു ജീവജാലങ്ങളും കടന്നു വരാത്ത, ഒരു മനുഷ്യനും കടന്നു വരാത്ത ഒരു റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് വീഴുമ്പോ നിലവിളിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരന് ഒറ്റപ്പെടുന്ന മനുഷ്യന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനപ്പുറത്തേക്ക് ജീവിതമില്ല, എന്റെ ജീവിതം ഇവിടെ പര്യവസാനിക്കുകയാണ്. പക്ഷെ എങ്കിലും അയാൾ തളർന്നില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ആയുധങ്ങളില്ല, സാധന സാമഗ്രികളൊന്നുമില്ല. റോബിൻസൺ ക്രൂസോ കുറച്ച് സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് താനിവിടെ ഉള്ളെടുത്തോളം കാലം കടൽ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജീവിക്കാൻ ഒരു ചെറിയ പാർപ്പിടം റോബിൻസൺ ക്രൂസോ നിർമ്മിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞു വീട് വെച്ചു. ആ വീടിനകത്ത് വിശ്രമിക്കും. അതിരാവിലെ കടലിന്റെ തിരമാലകളുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് റോബിൻസൺ ക്രൂസോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കടലിലേക്ക് നോക്കിയിരിക്കും. ഒരു കപ്പൽ വന്നിരുന്നെങ്കിൽ, ഒരു തോണി വന്നിരുന്നെങ്കിൽ, ഒരു വലിയ തടിക്കഷണമെങ്കിലും വന്നിരുന്നെങ്കിൽ അതിൽ പിടിച്ച് കടലിന്റെ കരയിലേക്ക് എത്തിയാൽ എന്റെ കുടുംബം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ബന്ധങ്ങൾ, എനിക്ക് അവരുമായിട്ട് ഇടപെടാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിച്ച് റോബിൻസൺ ക്രൂസോ കരയുമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ തിരമാലകളോട് സങ്കടം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവം വീണ്ടും ക്രൂസോയെ പരീക്ഷിക്കുകയാണ്. ഈ കഷ്ടപ്പെട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കുടിൽ കത്തിക്കരിഞ്ഞ് ചാരമായി പോയി. അതുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിനോട് പുച്ഛം തോന്നി, ദേഷ്യം തോന്നി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്നോടൊരു കനിവ് തോന്നിയില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എന്നോടൊരു സ്നേഹം തോന്നിയില്ലല്ലോ, ഇത്രയും ത്യാഗം ചെയ്തിട്ടും ഞാൻ നിർമ്മിച്ച ഈ മനോഹരമായ കുടില് കത്തിക്കരിഞ്ഞ് ചാരമായി പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടം മനസ്സിനകത്ത് നിറഞ്ഞ് റോബിൻസൺ ക്രൂസോ ആകെ വിഷമത്തിലും പരിഭവത്തിലുമായി നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അത്ഭുതകരമെന്നോണം ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വന്നു. റോബിൻസൺ ക്രൂസോയുടെ കണ്ണുനീരുകൾ തുടച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ജീവിതത്തിൽ ഇതിൽ പരം ഒരു സന്തോഷം വരാനില്ല. ഒരിക്കലും ഒരു കപ്പൽ ഇവിടെ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇപ്പോ ഒരു കപ്പൽ വന്നിരിക്കുകയാണ്. അയാൾ ആ കപ്പലിന്റെ ഭാഗത്തേക്ക് ഓടി. കപ്പലിന്റെ കപ്പിത്താനോട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു മനുഷ്യൻ ഇവിടെ താമസമില്ല. നിങ്ങൾ ഇവിടെ വരുന്നതിനുള്ള ഒരു ഉപകാരവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ റോബിൻസൺ ക്രൂസോയോട് അയാൾ പറഞ്ഞു, ഇവിടെ കുറെ തീയും പുകയും കണ്ടപ്പോൾ ഞങ്ങളുടെ കപ്പലിരുന്ന് എല്ലാവരും പറഞ്ഞു കപ്പൽ ഇങ്ങോട്ട് വിടണം, ഇവിടെ എന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണ്. റോബിൻസൺ ക്രൂസോ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ന് വരെ, ഈ സമയം വരെ തന്റെ വിധിയിൽ പുച്ഛിച്ചു തള്ളിയ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പാർപ്പിടം കത്തിപ്പോയെങ്കിൽ എന്താ, എന്റെ വീട് കത്തി ചാരമായി പോയെങ്കിൽ എന്താ, അതിന്റെ പിന്നിൽ ആ തീയും പുകയും കണ്ടിട്ടാണല്ലോ ഈ കപ്പൽ ഇവിടെ വന്നത്. ആ സന്തോഷം ഈ ഒരു ദുരന്തത്തിന്റെ പിന്നിൽ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നതോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞെങ്കിൽ ഈ ഒരു കഥ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ഒരുമിച്ച് കൂടിയ പ്രവാസികളായ നിങ്ങളോട് ഞാൻ പറഞ്ഞതെന്തിനെന്ന് നിങ്ങൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ടാകും. ഒരാളും കഷ്ടപ്പെടാതെ സൗദി അറേബ്യയിൽ പൈസ ഉണ്ടാക്കാൻ ഒരിക്കലും പരിശ്രമിക്കേണ്ട, അത് സാധ്യമാവുകയില്ല. ആദ്യം ഒരു പക്ഷേ ആരെങ്കിലും പറ്റിച്ച വിസയിൽ നിങ്ങൾ ഇവിടെ വന്നതായിരിക്കാം. ആദ്യം ഒരു പക്ഷേ കുറെ സിമന്റ് ചാക്കിട്ട് വന്നവരായിരിക്കാം. ആദ്യം ഒരു പക്ഷേ റൊട്ടി പോലും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ടവരായിരിക്കാം. ആദ്യം ഒരു പക്ഷേ ഒരു കാരക്കയുടെ ചീള് കയ്യിലെടുത്ത് വെച്ചിട്ട് ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് അത് നോക്കിയിട്ട് നെടുവീർപ്പിട്ട് വേദനയോടെ കഴിഞ്ഞുകൂടി
കൂടിയവരായിരിക്കാം. ആ നിങ്ങളിൽ പലരും ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? തളരാത്ത മനസ്സുമായി ജിദ്ദയിൽ ഉയർന്നു നിൽക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് പുലിവയിലത്ത് കഷ്ടപ്പാട് കണ്ണീരുമൊഴുകുമ്പോ തനിക്കത് കടൽ കടന്ന തന്റെ നാട്ടിലൊരു ചെറിയ കുടിലുണ്ട്, ചെറിയ വീടുണ്ട്, ചെറിയ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഞാനില്ലാതെ അവർ കാര്യമില്ല എന്ന് ചിന്തിച്ച് തളരാത്ത മനസ്സുമായിട്ട് കുടുംബത്തിന് വേണ്ടി ചിറക് വിടർത്തി ആവേശത്തോടുകൂടി പറന്നു പോകാൻ ഒരുപക്ഷെ നിങ്ങളെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തായിരിക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തായിരിക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചമസ്യത്തിന്റെ തിളച്ചുകൊണ്ടുവന്ന ചിന്തകൾക്ക് സാന്ത്വനം പകർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മനോഹരമായ ആയത്താണ് ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്, ഒരിക്കലും നിരാശരാകരുത്. എത്ര ക്യാൻസർ രോഗികൾക്ക് രോഗം മാറി, എത്ര കഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുത്തു, എത്ര മരണത്തെ മുഖാമുഖം കണ്ടവർക്ക് പടച്ച തമ്പുരാൻ ജീവിതത്തിന്റെ കടുത്തൊട്ടിലേക്ക് എത്രയോ മനുഷ്യര് മടങ്ങി വന്നുപോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. കരയിൽ വേദനിക്കല്ലേ, നിരാശപ്പെടല്ലേ, ആത്മഹത്യ ചെയ്യല്ലേ, വിഷം കഴിക്കല്ലേ, പൊട്ടിത്തകർന്ന മനസ്സുമായി കഴിഞ്ഞുകൂടല്ലേ. അല്ലാഹുവിന്റെ ഖുർആനാണ് സർവ്വതിനും നിനക്ക് മാതൃകയെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ പറയുന്നു മനസ്സിനെ സാന്ത്വനിപ്പിച്ചുകൊള്ളുക, മനസ്സിനെ ചേർത്ത് വെച്ചുകൊള്ളുക, മനസ്സിനെ കൂട്ടിവെച്ചുകൊള്ളുക. അല്ലാഹു പറയുന്നു എന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ആശ മുറിഞ്ഞു പോകല്ലേ. നൈമിഷികമായ ലോകമാണ്, ഇവിടെ ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കാതെ അള്ളാഹുവിന്റെ മുത്തം കിട്ടുമെന്ന് കരുതണ്ട, അള്ളാഹുവിന്റെ ശേഖന്റ് കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങളെ കരയിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, നൊമ്പരപ്പെടുത്താതെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഉന്നതമായ വിജയതീരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് എന്റെ ചിന്തയിൽ വന്ന ഒരു പ്രവാസികൾ പോലും ചിന്തിക്കല്ലേ. അള്ള ഞെക്കി നോക്കാതെ, അള്ള പിരിഞ്ഞു നോക്കാതെ, അള്ള കൊട്ടി നോക്കാതെ, അള്ള തട്ടി നോക്കാതെ ഒരു മനുഷ്യനും കാരുണ്യവാനായ റബ്ബവന്റെ പൊരുത്തം കൊടുക്കുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ് അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ. നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹു ആരോഗ്യവും ആഫിയത്തും സമ്പത്തും സന്തോഷവും കൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലും ജീവിച്ച് തീരാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുന്നു വേണ്ട. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ ونقص من الأموال والأنفس والثمرات وبشر الصابرين. അല്ലാഹു പറയുകയാണ് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരോട് മാത്രമല്ല, ഔലിയാക്കളോട് മാത്രമല്ല, ചില വർഗത്തിനോട് മാത്രമല്ല, ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. നിങ്ങളെ അവൻ പരീക്ഷിക്കുന്നതാണ്. ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കും. ഭയം തന്നുകൊണ്ട് ചില നിയമങ്ങൾ പെട്ടെന്ന് സൗദി അറേബ്യയിൽ മാറി പറയുമ്പോൾ ഈ കസേരയിൽ നിന്നുകൊണ്ട് ആലോചിച്ച് ഭയപ്പെട്ട് വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പൊട്ടിക്കരയുന്നവരെ ഒരു ഭയം തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നതാ. മക്കൾക്ക് അസുഖം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് അസുഖം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് വേദന തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങൾക്ക് മരണം തന്നുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങളുടെ മക്കളെ മരിപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കുന്നതാ, നിങ്ങളുടെ ബിസിനസ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് പരീക്ഷിക്കും. ഇവിടെ ഒരു സഹോദരനുണ്ട്, ഞാൻ ഉംറയ്ക്ക് വരുമ്പോ മക്കത്ത് വന്നിട്ട് എന്നോടൊപ്പം ഉംറ ചെയ്യുന്ന വയനാട്ടിലുള്ള ജാബർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സദസ്സിലുണ്ട്. ആളെ ചൂണ്ടിക്കാണിക്കുന്നില്ല, നിങ്ങൾ പോയി പരിചയപ്പെടേണ്ട. ആ സഹോദരൻ അല്ലാഹു നഷ്ടപ്പെട്ടു പോയ ബിസിനസിന്റെ, കച്ചവടത്തിന്റെ, ജോലിയുടെ അഭിവൃദ്ധി അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. തകർന്ന മനസ്സുമായിട്ടാണ് ഈ സദസ്സിൽ ആ സഹോദരൻ ഇരിക്കുന്നത്. ഇനി എന്ത് എന്ന ഒരു വലിയ ചോദ്യചിഹ്നം ആ സഹോദരനെ കുത്തി നോവിക്കുമ്പോ ആ സഹോദരനോട്, ആ സഹോദരനെ പോലെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് എന്തെങ്കിലും ഒരു വേദന കൊണ്ട് വേദന പൊട്ടിയ മനസ്സുമായി വന്നിരിക്കുന്നവരെ ഒന്ന് ക്ഷണിച്ചൂടെ? അല്ലാഹുവിനോട് പരാതി പറയാറ്, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറ്, അല്ലാഹുവേ നീ എനിക്കിത് തന്നല്ലോ എന്ന് പറഞ്ഞൊരു പരിഭവം പറയാറ്, അൽ
അൽഹംദുലില്ലാ നിങ്ങൾ പറഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു നിങ്ങൾക്കൊരു വലിയ സമ്മാനപ്പൊതി ആ പടച്ചറപ്പ് വെച്ചിരിക്കുകയാണ്. ഫബശിരി സ്വാബിരീൻ. ആ സന്തോഷം നബിയെ അങ്ങവരെ അറിയിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നമഅൽ ഉസ്രി യുസ്റ. ഒരു കഷ്ടപ്പാടിന്റെ പിന്നിൽ, ഒരു നൊമ്പരത്തിന്റെ പിന്നിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം തരിക. ബലിപെരുന്നാളിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകൾ ഇത്ര ത്യാഗത്തോടുകൂടി ഞാൻ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാരണം എന്തേ? ചെറിയ പരീക്ഷണമൊന്നുമല്ല അല്ലാഹു കൊടുത്തത്. ഒരു പ്രവാചകനെ ഇത്രമാത്രം പരീക്ഷിക്കാമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള പരീക്ഷണം. ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത് പോകട്ടെ. ഒരു മനുഷ്യന്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളാണ്. ഒരു മനുഷ്യന്റെ ദൗർബല്യം അവന്റെ മക്കളാണ്, അവന്റെ കുഞ്ഞുങ്ങളാണ്. എന്തുകൊണ്ട് ഫലസ്തീനിലെ ഗാസ എന്ന് പറയുന്ന ആ പ്രദേശത്തിനോട് അടങ്ങാത്ത ആവേശവും സ്നേഹവും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു? അവിടുത്തെ കുഞ്ഞു മക്കളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങൾ കണ്ടത് വെട്ടിയെരിയുന്ന, ചവിട്ടി തേക്കുന്ന, തെറിച്ചു വീഴുന്ന, വലിച്ചു കീറുന്ന കുഞ്ഞു ശരീരങ്ങൾ. 2.5 വയസ്സുള്ള മഹറൂഫയും 1.5 വയസ്സുള്ള അമീനും ഒക്കെ ഗാസയുടെ മണ്ണിൽ നിണം കൊണ്ട് ഉരുണ്ട് കളിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ആ ദൃശ്യങ്ങൾ മാറാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരു ദൗർബല്യമായതുകൊണ്ട് മക്കൾ നമുക്കെപ്പോഴും ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ ഒരുമിച്ചുകൂടലിന്റെ ബറക്കത്തുകൊണ്ട് ആരോഗ്യമുള്ള മക്കളെ അവർക്ക് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള മക്കളെ അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. അവരെ കുടുംബത്തിന്റെ സങ്കടം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദൗർബല്യം അവന്റെ മക്കളാണ്. മക്കൾക്ക് മുത്തം കൊടുക്കാത്ത ജീവിതം, മക്കളുമായി കളിച്ചു ചിരിക്കാത്ത ജീവിതം എന്തൊരവസ്ഥയാണ്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് മക്കളില്ല. ഒരുപാട് പ്രായമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞു പറഞ്ഞിട്ട് അല്ലാഹു സന്തോഷത്തിലൊരു മകനെ കൊടുത്തു, ഇസ്മായിൽ. പൊന്നുമോനെ കൊടുത്തു, ഇസ്മായിൽ. ആ പൊന്നുമോനെ നല്ലതുപോലെ സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അള്ള പറഞ്ഞു, ഇസ്മായിലിനെ അള്ളാഹുവിന് വേണ്ടി ബലിയിറക്കണം. ബലിപെരുന്നാൾ വരുമ്പോ നാട്ടിലൊക്കെ എല്ലാ പള്ളിയിലും ജുമാ പ്രസംഗത്തിന് അതാ. എന്നിട്ട് ഇമാമ് പറയും, സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഹീറോ ഹോണ്ടയിലിരുന്ന് പോണ പോലെ പോകണമെങ്കിൽ നല്ല കൊക്കുള്ള പോത്തിന് വാങ്ങി ഉദയ്യ കൊടുക്കണം. ആരാണ് 1ാമത്തെ ആള്? നാട്ടിലെ ബ്ലേഡ് കമ്പനിക്കാരൻ എഴുന്നേറ്റ് ഞാൻ 10 പോത്തിന് നെയ്യത്താക്കിയിരിക്കുന്നു. ഇമാമ് കുലു തക്ബീർ. കാരണം കമ്മിറ്റിക്കാർ പുറകെ നിന്നുകൊണ്ട് പറയും, ഉസ്താദെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 5 പോത്തേ ഉണ്ടായിരുന്നുള്ളൂ, എപ്രാവശ്യം ഒരു 6 പോത്ത്, അപ്പുറത്തെ പള്ളിയെക്കാലം കൂടുതൽ ഇവിടെ ഉദയാർത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്വത്തം പോകയാന്ന് പറയുമ്പോൾ മുസ്ലിയാർ അത് മേടിച്ചിട്ട് പറയുന്നതാ. എല്ലാ പള്ളികളിലും അങ്ങനെ. നാടിന്റെ അവസ്ഥ എങ്ങനെയാ? ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല. ഇന്ന് പള്ളിയുടെ നേതൃത്വം വെറും കമ്മിറ്റിക്കാരുടെ കയ്യിലായി പോയി. ഉസ്താദുമാർക്ക് ഇവിടെ റോളില്ല. കീ കൊടുക്കുന്ന പാവകളെ പോലെ അവർ പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു റോൾ മാത്രമാണ് നാട്ടിൽ നടക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ അവസ്ഥയ്ക്കൊക്കെ അല്ലാഹു മാറ്റം വരുത്തട്ടെ. ചില സ്ഥലത്തൊക്കെ മാറി മാറി വരുന്നത്. ഞങ്ങളത് എവിടെ പോയാലും പ്രസംഗിച്ച് കമ്മിറ്റിക്കാരെ കുറ്റപ്പെടുത്തി അവർക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടായെങ്കിലും കുഴപ്പമില്ല. ഒരു പരിധി വരെയൊക്കെ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അല്ലാഹുവിന് വേണ്ടി ബലിയിറക്കണമെന്ന് സ്വപ്നം കാണുമ്പോ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് പൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്നു പോകുന്നത് ആ പൊന്നുമോന്റെ കഴുത്തിൽ കടാര വയ്ക്കാനാണ് കൈയുറച്ചില്ല, മനസ്സറച്ചില്ല. ആ പൊന്നുമോനെ മലർത്തി കിടത്തിയിട്ട് കെടുത്തിറക്കുമ്പോ ഇബ്രാഹിം നബിക്ക് എങ്ങനെയാണ് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ മകനെക്കാളും ഇബ്രാഹിം നബി സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്. ആ മകനെക്കാളും ഇബ്രാഹിം നബി സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്. പൊന്നുമോന് പനി വന്ന് തോളത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഓടുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് അല്ലാഹുവിനെക്കാളും നമ്മൾ ഈ പൊന്നുമോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ മാറ്റം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പൊന്നുമോന്റെ കഴുത്തിൽ കടാര വെക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാർ അത്ഭുതപ്പെട്ടു പോയി. ലോകത്തൊരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഈമാന്റെ ധൈര്യം ഖലീലുള്ള കാണിച്ചു കൊടുത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവേ, നീ എന്തു പറഞ്ഞാലും നീ എന്ത് ചെയ്താലും എനിക്ക് സങ്കടമില്ല അല്ലാ, എനിക്ക് സങ്കടമില്ല അല്ലാ. ഇതിനെക്കുറിച്ചാണ് മുത്ത് റസൂല് പറഞ്ഞത്.
അത് ഈമാന്റെ രുചിയാണ്, അത് ഈമാന്റെ മാധുര്യമാണ്. സഹാബികൾ ചോദിച്ചു, എന്താണ് ഈമാന്റെ മാധുര്യം നബിയെ? ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം ഉംറയ്ക്ക് പോയവരെ, ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം മദീനത്ത് പോയവരെ, ജിദ്ദയിൽ വന്ന് പല പ്രാവശ്യം അല്ലാഹുവിന്റെ പരീക്ഷണത്തിലൂടെ നീന്തിക്കിടന്ന് അല്ലാഹുവിന്റെ വിജയതീരത്തിലേക്ക് എത്തിയ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്താണ് നബിയെ ഈമാന്റെ വിഷയം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, മൻ റളിയ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ വബി മുഹമ്മദിൻ നബിയാ. റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുക, വബിൽ ഇസ്ലാമി ദീനാ, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കുക, വബി മുഹമ്മദിൻ നബിയാ, മുഹമ്മദ് നബിയെ നബിയായിട്ട് അംഗീകരിക്കുക. ഈ മൂന്നും തൃപ്തിപ്പെടുന്നവർ അല്ലാഹുവിന്റെ ഈമാന്റെ രുചിയുള്ളവരാണ്. വെറും തൃപ്തിയല്ല. ഈ ദിക്ർ സാധാരണ പറയുന്നത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സുബഹിക്കും മഗ്‌രിബിനും ശേഷം, സുബഹിക്കും മഗ്‌രിബിനും ശേഷം സാധാരണ നിസ്കാരം കഴിഞ്ഞാൽ ഗൾഫുകാരുടെ സുബഹി സാധാരണ എന്താണ് അള്ളാഹ്ക്ക് അറിയാലോ, അളയാ ഞാൻ 2 മണിക്കൊന്ന് കിടന്നല്ലേ ഉള്ളൂ, അള്ളാഹുവിനെ അറിയാമല്ലോ ഞാൻ 2 മണിക്കൊന്ന് കിടന്നല്ലേ ഉള്ളൂ, ളുഹറും അസ്റും കൃത്യം ഞാൻ നിസ്കരിക്കുന്നില്ലേ, സുബഹി ഇപ്പോ ഞാൻ വന്ന് കിടന്നിട്ട് ഇപ്പൊ 4 മണിക്ക് ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ പ്രയാസമാണ്. അത് അള്ളാഹുവിന് അറിയാൻ എന്റെ കഷ്ടപ്പാട്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അള്ളാഹു ഒരു നീതിമാനാണ്. അപ്പൊ 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ പരമമണ്ഡനും, നിങ്ങളെപ്പോലെ ഉളപ്പാസുള്ളവർ നിസ്കരിക്കുമ്പോ അതും 2 പേർക്ക് ഒരുപോലെയാണ് അള്ളാഹ് നോക്കുന്നതെങ്കിൽ പിന്നെ അള്ളാഹ് നീതിമാൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹ് നീതിമാനാണെങ്കിൽ 9 മണിക്ക് നിസ്കരിക്കുന്നവന് പണി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതാണ്, അത് ഓർമ്മ വേണം. അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും സാധാരണ ദിക്ർ പറയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 10 പ്രാവശ്യം, അല്ലാഹു മജ്ദിനി 7 പ്രാവശ്യം. അത് കൂടാതെ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ. നല്ല ദിക്റാണ്, ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഹദ്ദാദ് റാത്തിയിലേക്കുള്ളതാണ്. അത് ചൊല്ലുന്നവർക്കറിയാം, അല്ലാത്തവർക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ മറക്കരുത്. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയാ. ഈ ദിക്റിൽ റളീനാ ബില്ലാഹി റബ്ബൻ എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹുവേ നീ എന്ത് ചെയ്താലും ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിനക്ക് എന്തും ചെയ്യാം, അല്ലാഹു എന്തും ചെയ്യാൻ ചോദിക്കാൻ ആരാ? പാവപ്പെട്ട ജാഹിലീയങ്ങളായ കൊതുകിന്റെ ഈച്ചയുടെ ചിറകിന്റെ വില പോലുമില്ലാത്ത നമുക്കെന്ത് യോഗ്യതയാണ് ചോദ്യം ചെയ്യാനുള്ളത്? എന്തും റബ്ബിന് ചെയ്യാം. അതിൽ പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് അൽഹംദുലില്ലാഹ് നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. അവിടെയാണ് പരീക്ഷണങ്ങൾ കടന്നു വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഉസ്താദേ 20 കൊല്ലമായി ജിദ്ദയിൽ ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല, ഇന്നലെ ദമാമിൽ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോ അല്ലാഹുവേ ഗൾഫ് രാജ്യത്ത് പണിയെടുത്തുകൊണ്ട് മുടിയെല്ലാം കൊഴിഞ്ഞുപോയ ബലഹീനനായ ഒരു മനുഷ്യൻ, ഞാൻ കയറിയ വാഹനത്തിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തിയിട്ട് സലാം പറഞ്ഞ് കൈ തന്നിട്ട് പറയും, ഉസ്താദേ മറക്കല്ലേ, ഉസ്താദേ മറക്കല്ലേ, 20 കൊല്ലമായി ഉസ്താദേ ഇന്ന് വരെ ഒരു വീട് എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 കൊല്ലമായി ഇന്ന് വരെ ഒരു വീട് വെക്കാൻ കിട്ടത്. 20 കൊല്ലമായി ജീവിതം അങ്ങോട്ട് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഭവനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദുആരക്കണേ. സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പറയുന്നതെന്ന് വേദനയോടെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അച്ഛവന് നിങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ പലരും പറയുമല്ലോ, സമ്പത്ത് ഒരുപാടുണ്ടാക്കിയിട്ട് ഒരു പരിധി വരെ കടം തീരുമ്പോ അടുത്ത ബുദ്ധിമുട്ട് വരികയാണ്. ഒരു പെങ്ങളുടെ നിക്കാഹിന്റെ കടം തീരുമ്പോ മകന് അസുഖം വരികയാണ്, മകനെ ചികിത്സിച്ച കടം തീരുമ്പോ ജോലിക്ക് പ്രശ്നം വരികയാ, ജോലിയുടെ പ്രശ്നം തീരുമ്പോ അടുത്ത സ്ഥാപനത്തിന് തകരാറ് വരികയാ. അതെല്ലാം
സൗദിയിൽ നിയമം മാറുകയാ. സിംഗ് മുഴുവനും പൊട്ടി തകർന്നു പോയല്ലോ. എത്രയോ പാവപ്പെട്ട കച്ചവടക്കാർ ഇനി എന്ത് ചോദ്യം അവരെ വല്ലാതെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ ആത്മഹത്യ ചെയ്യാത്തത് വിശ്വാസിയായതുകൊണ്ടാണെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമ്പോ ജിദ്ദയിലും അതുപോലെ എത്രയോ വേദന അനുഭവിക്കുന്നവരെ അല്ലാഹു നിങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, മുത്തുനബി തങ്ങളോട് സങ്കടങ്ങളെ കുറിച്ച് വന്ന് പറഞ്ഞ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? നന്മ കൊടുക്കാൻ ഉദ്ദേശിച്ച അവൻ അല്ലാഹു ബുദ്ധിമുട്ട് കൊടുക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ ഏറ്റവും അധികം ജിദ്ദയുടെ മണ്ണിൽ പൊട്ടിക്കരയുന്നവരാരാ? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ ഏറ്റവും അധികം ഈ പ്രവാസ ലോകത്ത് പട്ടിണി കിടക്കുന്നതാരാ? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളിൽ ആരുടെ കുടുംബത്തിനാണ് ഒരിക്കലും രോഗം മാറാതെ കഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു നിങ്ങളെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതൊരു ഖൈറിനാണ്, അതൊരു ബുദ്ധിമുട്ട് മാറാനാണ്, അതൊരു സന്തോഷത്തിനാണ്, അതൊരു ആനന്ദത്തിനാണ്. വഴിയിൽ ഒരു 3 മണിക്കൂർ വാഹനം കേടായി കിടക്കുമ്പോ ബഹുമാനപ്പെട്ട സ്ഥാപിക്കൽ തങ്ങള് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇന്നലത്തെ രാത്രി മുതൽ ഈ സമയം വരെ ആ തങ്ങളോടൊത്ത് യാത്ര ചെയ്യാൻ കഴിഞ്ഞല്ലോ, ഒരു അഹ്ലു ബൈത്തിനോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ, ഒരു അഹ്ലു ബൈത്തിനോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞല്ലോ, ഒരു അഹ്ലു ബൈത്തിന്റെ തോളത്ത് കൈയിടാൻ പറ്റിയല്ലോ, ആ കൈയൊന്ന് മുത്താൻ കഴിഞ്ഞല്ലോ, ആ തങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി കുടിക്കാൻ നീറിപ്പ് വയ്യുന്ന പരലോകത്ത് അതുപോലെയുള്ള സയ്യിദന്മാരോടൊപ്പം ഔലിയാക്കളോടൊത്ത് ആരിഫീങ്ങളോടൊപ്പം ജാഹിലീങ്ങളായ നമുക്ക് സ്വർഗം പുൽകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. വഴിയിൽ ഇങ്ങനെ തടസ്സം വന്ന് കിടക്കുമ്പോ സയ്യിദവർകൾ പറഞ്ഞതെന്താ? അൽഹംദുലില്ലാ, എന്തെങ്കിലും ഒരു ഖൈറുണ്ടാകും ബാക്കി, എന്തെങ്കിലും ഒരു ഖൈറല്ല, എന്തെങ്കിലും ഒരു ഖൈറല്ല. തോയിഫിലേക്ക് കടന്നു വന്നപ്പോഴാണ് ആ തടസ്സത്തിന്റെ ബുദ്ധിമുട്ടിന്റെ സന്തോഷം ഞങ്ങൾ അറിയുന്നത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു എത്ര അനുഗ്രഹീതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിന്റെ പിന്നിൽ റബ്ബ് തരുന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ടല്ലോ. കാളമ്പാടി ഉസ്താദിന്റെ മക്കൾ അപകടത്തിൽ മരണപ്പെട്ടു പോയപ്പോൾ ജാമിഅ നൂരിയയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മക്കൾ മരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദ് ഒന്ന് പൊട്ടിക്കരഞ്ഞില്ല, ഒന്ന് ഞെട്ടി, ആ കണ്ണുകളും നിറഞ്ഞു. പക്ഷേ ക്ലാസ് നിർത്തിയില്ല. മുത്തുഹബീബിന്റെ ഹദീസിന്റെ മുന്നിൽ എന്റെ മക്കളത്ര ചെറുതാണ്. ആരംഭ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിന് മുന്നിൽ എന്റെ മക്കളുടെ മരണം എന്നത് വെറും ചെറിയൊരു സംഭവം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കിതാബിന്റെ ബാക്കി ഭാഗം പറഞ്ഞു കൊടുത്ത് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോ താരകോടികൾക്കിടയിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ ആ മുഖം പ്രകാശിച്ചതെന്ന് കൊണ്ടെന്നറിയോ? ഇന്നമാ ക്ഷമയുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എണ്ണിയാ തീരില്ല. വിശുദ്ധ ഖുർആൻ. ഒന്ന് ക്ഷമിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, എന്റെ കൂട്ടുകാരാണ് ക്ഷമിക്കുന്നവർ. ഞാൻ അവരോടൊപ്പമാണ്. ഒന്ന് സഹിച്ചു നോക്കൂ, ഒന്ന് ക്ഷമിച്ചു നോക്കൂ, ഞാൻ അവരോടൊപ്പമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനായി പറയുന്നത്. പിന്നെന്തിന് നമ്മൾ പേടിക്കണം? ഒരു ബുദ്ധിമുട്ടിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. മക്കൾക്ക് അസുഖം വന്നാൽ നിങ്ങൾ നെഞ്ചത്തടിക്കണ്ട. അള്ളാന്റെ ഖലാ അത് തടയാൻ ലോകത്ത് ഒരാൾക്കും കഴിയും. കൂടത്തൂരൊക്കെ
അവരൊക്കെ അവരുടെ പാട്ടിൽ ഏറ്റവും അധികം ചെറുപ്പക്കാരുടെ മനസ്സിൽ അവർ തൊടുന്നത് എന്തുകൊണ്ടാണ്? ഗൾഫുകാരന്റെ പാട്ട് പാടുമ്പോഴാണ്. ഷാഫി ഇപ്പോഴും ഞാൻ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോൾ ആ കൊല്ലം ഷാഫി പറയലുണ്ട്, ഉസ്താദ് വേദനിക്കുന്ന ഗൾഫുകാരൻ എന്ന കാസറ്റ് ഇറക്കിയപ്പോ അതിൽ നിന്നാണ് പ്രവാസികളുടെ മനസ്സിൽ തൊടേണ്ട അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവൻ പാടിയത് ഞാനിന്നും ഗൾഫിലാണ് അളിയ. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ട് ഹിറ്റായി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അതിനകത്ത് എത്തിയെടുത്തത് കൊണ്ടാണ്. അതിപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ വെറും ജനങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു കളിപ്പുണ്ടായി പ്രവാസികൾ മാറിപ്പോകരുത്. സങ്കടം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ ആ സങ്കടം താങ്ങുന്നതിന് അല്ലാഹുവിനും ഒരു വലിയ പ്രതിഫലം കൂടി കിട്ടണം. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. മക്കൾ വാപ്പാന്ന് വിളിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മക്കൾ കൈപിടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. മക്കൾ ആദ്യാക്ഷരം എഴുതുമ്പോൾ നിങ്ങൾ ഗൾഫിലാണ്. മക്കളുടെ സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കുന്ന നിങ്ങൾ ഗൾഫിലാണ്. എത്രയോ ഗൾഫുകാർ പലപ്പോഴും എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ സഹോദരങ്ങൾ പറയുകയാണ്, മക്കളുടെ കവളത്തും പങ്കുടുപ്പിട്ട് സഹിക്കാനാകാതെ ഞാൻ ഗൾഫിലേക്ക് വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, എന്റെ സഹോദരങ്ങളെ, അത് വെറുതെയാകല്ലേ, ആ ത്യാഗം വെറുതെയാകല്ലേ, ആ കഷ്ടപ്പാട് വെറുതെയാകല്ലേ. ഈ മണ്ണിൽ ഒരു വകത്ത് നമസ്കാരം പോലും ഒഴിവാക്കാതെ, ദിവസം പോലും ഒഴിവാക്കാതെ, സ്വലാത്ത് ഒഴിവാക്കാതെ ഈ പ്രസംഗം അല്ലാഹു വിളിക്കപ്പെടുന്ന മനുഷ്യനാരെന്നറിയുമോ? അള്ള പറയും, മലക്കുകളെ ആദിവാസിക്കറിയുന്നത് സഹിക്കാൻ വയ്യ, അവർ നിലവിളിക്കുന്നു, അവർ നീർത്തൊഴുകുന്നു, പകർന്നു പോകുന്നത് അതുകൊണ്ട് അവരെ ആദ്യം അവർക്ക് വിചാരണ നടത്തിക്കൊടുക്കുക. മലക്കുകൾ പോയിട്ട് അവരെ വിളിക്കുന്നു. ആ ഭാഗ്യവാന്മാരായ ആദ്യത്തെ വിഭാഗമാരെന്നറിയും, ആദ്യത്തെ വിഭാഗമാരെന്നറിയും. ഖിയാമത്ത് നാളിൽ ആ മത്സരം വരാനിരിക്കുന്ന ഒന്നാമത്തെ വിചാരണയ്ക്ക് വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലദീന യുഹീദൂനല്ലാഹ ബിസ്സറാഇ വല്ലദാ. ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ എന്ന വാക്ക് പറയുന്നവർ. ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലാ, അത് വെറുതെ പറയലാവരുത്, വെറുതെ പറയലാവരുത്. ഈ ഗൾഫിലൊക്കെ പോയിട്ട് നാട്ടിൽ വരുന്നവർക്ക് ചില അറബി വാക്കുകൾ വെറുതെ കിട്ടുന്നതാണ്. നിസ്കാരവും നമുക്കൊന്നും കാണില്ല, എന്നാലും എപ്പോഴും ഈ പരിപാടിയുടെ അറബികൾക്ക് ഇതൊക്കെ വലിയ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ആ വണ്ടി സൗദിയെ പൗരൻ അറബി വണ്ടി ഓടിച്ചിരുന്നപ്പോ ആദ്യം പതുക്കെ ഓടിച്ചത്. അപ്പോ ശംഷാദ് സലീം പുറകിൽ നിന്ന് പറഞ്ഞു, ഒറ്റ വരി കൂടി അള്ളാഹു. പിന്നെ എപ്പോ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇത് അവർക്ക് വലിയ ഇഷ്ടം ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് വെറും നിക്കറാകരുത്, വെറുതെ ഒരു അഭിനയം അങ്ങനെയല്ല. മനസ്സിൽ തട്ടിപ്പറയണം, മനസ്സിൽ തട്ടിപ്പറയണം. അള്ളാഹുവിന് ഇഷ്ടമാണ് ബുദ്ധിമുട്ട് വരുമ്പോഴും ദോഷം വരുമ്പോഴും അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പറയാൻ തോന്നൂല നമുക്ക് ആദ്യം, പക്ഷെ പറയണം. ഒരു അത്യാവശ്യ കാര്യത്തിൽ ഇറങ്ങിപ്പോകാൻ നേരത്ത് പിന്നെ വാഹനത്തിന് ടയർ പഞ്ചറായിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ പറയോ? ചിലപ്പോഴേ പറയോ, എന്തോ മുടിഞ്ഞ കമ്പനിയും മുടിഞ്ഞ ടയറും മുടിഞ്ഞ വണ്ടിയും പറഞ്ഞിട്ട് ആകെ നാശം ഉണ്ടാക്കിയിട്ട് ആദ്യം ഒരു വിഷമം തോന്നിയാലും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു വരണം അതിലേക്ക്. അൽഹംദുലില്ലാ
നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിയാർ പേര് തന്നെ അൽഹംദുലില്ലാ മുസ്ലിയാരെന്ന്. വർക്കല പ്രദേശത്ത് ഉള്ള സഹോദരൻ. അദ്ദേഹം ഈ പേര് ഫേമസ് ആയത് അദ്ദേഹം ജോലി ചെയ്ത മഹലിലെ സെക്രട്ടറിക്ക് ഉമ്മായ വലിയ ഇഷ്ടമാണ്. അപ്പൊ സെക്രട്ടറിയുടെ ഉമ്മ മരിച്ചപ്പോ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്റെ ഉമ്മ മരിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ. അതോടുകൂടി മുസ്ലിയാർക്ക് അൽഹംദുലില്ലാ മൊയ്ലാരെന്ന് പേര്. അപ്പൊ ഇത് നമ്മുടെ സംഭവം ഇതൊരു നടന്ന സംഭവമാണെങ്കിൽ പോലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും സന്തോഷത്തിലും അൽഹംദുലില്ലാ പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്ടമാണ്. നാട്ടിൽ വരുമ്പോ അവസാനം വലിയ രോഗങ്ങൾ മാത്രം ബാക്കിയാക്കൂടെ മാത്രം കഴിച്ച് ഷുഗറിനും പ്രഷറിനും മരുന്ന് കഴിച്ച് വീടിന്റെ കോലായിരിക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരു പേക്കോലമായ നീ മാറ്റല്ല റബ്ബേ. എന്റെ പ്രവാസികളെ നിങ്ങൾ ദുആരക്കണേ. അല്ലാഹുവിനെ കൈവടിയില്ലേ. ഗൾഫുകാർക്ക് വലിയ രോഗങ്ങളാണ് നല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ രോഗങ്ങളാണ് പടച്ചവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുഷ്ഠരോഗം പോലെയുള്ള രോഗം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ഗൾഫുകാരൻ 7 പെങ്ങന്മാരെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടത് ഗൾഫിൽ നിന്നാണ്. പറയുമ്പോ എന്തെളുപ്പമാണ്. 7 പെങ്ങന്മാരെ നിക്കാഹ് കഴിപ്പിക്കാൻ എത്ര പ്രയാസമാണ്. കഴിപ്പിച്ചുവിട്ടു. തന്റെ പൊന്നുമോളെ നിക്കാഹം നടത്തിക്കൊടുത്തു. തന്റെ പൊന്നുമോനെ ഗൾഫിൽ വിട്ടിട്ട് വിശ്രമിക്കണമെന്ന് തീരുമാനിച്ച ചിന്താശക്തിയുള്ള പ്രിയപ്പെട്ട ഗൾഫുകാരൻ ഇനിയെങ്കിലും നാട്ടിൽ ജീവിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്. ആ പ്രിയപ്പെട്ട എന്ന് കിടക്കുന്നത് RCCയിലാണ്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് കിടക്കുന്നത് RCCയിലാണ്. അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കട്ടെ. ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കഴിയാത്തത് ഒരിക്കലും ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് ഡോക്ടർമാര് വിധിയെഴുതിയ ആ പ്രിയപ്പെട്ട സഹോദരന് 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ക്യാൻസറാണ് ിരിക്കുന്നത്. 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ക്യാൻസർ. തൊലിപ്പുറത്തൊരു കുമിള പോലെ വരും. പുതിയ ക്യാൻസറാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. തൊലിപ്പുറത്തൊരു കുമിള പോലെ വരും. അത് പൊട്ടി വ്രണം വരും. അത് അകത്ത് ക്യാൻസർ ഇല്ല, തൊലിയുടെ പുറത്തു മാത്രം ക്യാൻസർ. ആ സഹോദരന്റെ കണ്ണിന്റെ പോളയിൽ ഈ പ്രിയത്തിന്റെ ഭാഗത്ത് ചെറിയ കുമിള വന്നിട്ട് ആ ക്യാൻസർ പടർന്നു പിടിച്ചു. സഹോദരൻ ഇപ്പം മരണക്കിടക്കയിലാണ്. അല്ലാഹു ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. ഒറ്റ ദിവസം സന്തോഷത്തോടെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആ കൂട്ടുകാരൻ പറഞ്ഞത്. ഒറ്റ ദിവസം ഗൾഫ് ജീവിതം നിർത്തി സമാധാനത്തോടെ വീട്ടിൽ നിൽക്കണമെന്ന് ആലോചിച്ചപ്പോ അള്ളാഹു എനിക്ക് ഈ രോഗം തന്നു. എന്റെ പൊന്നാരു ഉസ്താദേ, മക്കളൊക്കെ വലുതായി, സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്കൊരു ദിവസം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ചോദിച്ചത്. അള്ളാഹു നമ്മളെപ്പോലെ ഗൾഫ് രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവരൊക്കെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജനങ്ങൾ വെറുക്കുന്ന രോഗം അത് വല്ലാത്ത പ്രയാസമാണ്. മക്കളും വെറുക്കും. ഒരു ശരീരത്തിൽ ഒരു ദുർഗന്ധം വന്നാൽ ആരും ഉണ്ടാവൂല കൂടെ. ആരാണ് കൂടെ ഉണ്ടാവുക? മക്കളും കുടുംബക്കാരും ഒക്കെ ഒരു ജനറേഷൻ, പുതിയ ജനറേഷന്റെ സ്നേഹമാണ് അവർക്കുള്ളത്. അവര് പറയുന്ന ഒരു സാധനം വാങ്ങാതെ നാട്ടിലേക്ക് പോയാൽ തന്നെ അവർ വെറുക്കുകയാണ്. പിന്നെയാണോ നിങ്ങൾ ദുർഗന്ധമുള്ള ശരീരമായിട്ട് കിടന്നാൽ നിങ്ങളെ നോക്കാൻ അവർ വരിക? എന്റെ അറിവിൽ അങ്ങനെ അത്രത്തോളം സ്നേഹം കാണിച്ച് നോക്കിയ കുടുംബക്കാർക്ക് എന്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ആ നാളെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി നിങ്ങളിവിടെ കഷ്ടപ്പെടുമ്പോൾ നിസ്കാരം നിങ്ങൾ ഒഴിവാക്കണ്ട. ലാസ്റ്റ് പടച്ചവനെ ഉണ്ടാവും. അത് ആദ്യം നിങ്ങൾ ഓർമ്മിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. എന്നിട്ട് മതി ഭാര്യയും മക്കളും കുടുംബമൊക്കെ. എങ്കിലേ നമ്മുടെ ആഖിറത്തിൽ എന്തെങ്കിലും കയ്യിലുണ്ടാവും. ഇതൊക്കെ പെട്ടെന്ന് അവസാനിക്കും. സർവശക്തൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യന്റെ അരികിലേക്ക് ചെന്നപ്പോൾ കസം അടർന്നു വീണു പോവുകയാണ്. കുഷ്ഠരോഗം കൊണ്ട് മാംസം അടർന്നു വീണു പോവാണ്. ആ മനുഷ്യന്റെ ഈസാ നബി തന്നെ കാലുകൊണ്ട് വെച്ചപ്പോ ആ മനുഷ്യന് പറയുന്നറിയുമോ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആ
മനുഷ്യൻ പറയുന്നത് അൽഹംദുലില്ലാഹ്. ആരോഗ്യം തന്നവര്, ആഫിയത്ത് തന്നവര്, സമ്പത്ത് തന്നവര്, ഈട് തന്നവര്, സന്തോഷം തന്നവര്, ഒരൽഹംദുലില്ലാഹ് പടച്ചവനെന്ന് പറയാൻ നിനക്ക് സമയം കിട്ടിയോ? ഒരൽഹംദുലില്ലാഹ് പറയാൻ നിനക്ക് സമയം കിട്ടിയോ? സാനവി കണ്ട കുഷ്ഠരോഗിയായ മനുഷ്യൻ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാ ബിഹി കസീറൻ മിൻ ഖൽഖിഹി. അല്ലാഹുവേ, ഞാനെല്ലാം മലവർഗത്തിലൊന്നല്ല എന്ന് പറയുമ്പോ അവർക്കൊക്കെ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് ചെറിയ അസുഖം വരുമ്പോഴും അവർ അല്ലാഹയെ കുറ്റപ്പെടുത്തുകയാണ്, ചെറിയ രോഗം വരുമ്പോഴും അവർ അല്ലാഹയെ കഷ്ടപ്പെടുത്തുകയാണ്. എനിക്ക് പരാതിയില്ല, മഅരിഫത്തുണ്ടല്ലോ, എന്റെ മനസ്സിൽ മഅരിഫത്തുണ്ടല്ലോ, ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം അല്ലാഹു എനിക്ക് തന്നല്ലോ. എന്റെ പടച്ചവനോട് എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമുണ്ടല്ലോ, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് പരലോകത്ത് ആദ്യം വിളിക്കപ്പെടുന്നത് അവരെയാണ്. ഒരു വെയിലത്ത് കഷ്ടപ്പെട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സ്തുതി പറയുന്നവരെ അല്ലാഹു ആദ്യം വിളിച്ച് വിചാരണ നടത്തുന്നതാണ്. റസൂൽ പറയുന്ന മറ്റൊരു ഹദീസ് ജിദ്ദയിലെ എന്റെ സഹോദരങ്ങൾക്ക് കേൾക്കണമോ? അജബല്ലി അംറിൽ മുഅ്മിൻ, അജബല്ലി അംറിൽ മുഅ്മിൻ, അജബല്ലി അംറിൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഒരു വിശ്വാസിയുടെ മഹാത്ഭുതം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വിശ്വാസിയുടെ കാര്യമാണ് മഹാത്ഭുതം. നാടകവും അഭിനയവുമല്ല. ഹജ്ജിന് പോയിട്ട് നാട്ടിൽ വന്ന് വീമ്പിളക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വതക്ക ചെയ്തിട്ട് നാട്ടിൽ വന്ന് വീമ്പിളക്കുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും ഇയാൾ വലിയ ദീനീ പ്രവർത്തകനാണെന്ന് അംഗീകരിക്കണം. അയാളുടെ മോൾക്ക് ആലോചന വന്നിട്ട് കല്യാണം മുടങ്ങിപ്പോയതിന്റെ പ്രധാന കാരണം മരുമകനായി വരുന്ന ഭർത്താവിന്റെ കുടുംബക്കാരെ അദ്ദേഹം കിസ് പ്രോഗ്രാം നടത്തിയിട്ട് പരിശോധന നടത്തുന്നു. നിബിതങ്ങൾ എത്ര വയസ്സിൽ വഫാത്തായി, നിബിതങ്ങൾക്ക് എത്ര ഭാര്യമാർ, നിബിതങ്ങൾ എവിടെ ജനിച്ചു, ഇതൊക്കെ ചോദിച്ചിട്ട് അതിന് മറുപടി പറയുന്നവർക്കാണ് മോളെ കെട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ജനങ്ങൾ കളിയാക്കി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളെ പെണ്ണ് കാണാൻ വന്ന ആ ഭർത്താവാകാൻ പോകുന്ന മകനെയും ഭർത്താവിന്റെ ജ്യേഷ്ഠന്മാരെ അദ്ദേഹം പരീക്ഷിച്ചത്, ഭർത്താവിന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനെ വിളിച്ചു ചോദിച്ചു, നിന്റെ പേരെന്താടാ? എന്റെ പേര് ഇബ്രാഹിം. ആ സൂറത്ത് ഇബ്രാഹിം എന്ന് ഓതിയെ. അപ്പൊ അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ബക്കറേങ്ങാനായിരുന്നു പേരെങ്കിൽ പെണ്ണ് പ്രസവിച്ചാൽ അവ ഓതി തീരില്ല. പക്ഷെ അവൻ ഹാഫിളായതുകൊണ്ട് അവൻ ഓതി. രണ്ടാമത്തവൻ വന്നു, നിന്റെ പേരെന്താടാ? എന്റെ പേര് മുഹമ്മദ് യൂസുഫ് എന്ന. ആ സൂറത്ത് യൂസുഫ് എന്ന് ഓതിയെ. അവനും ഹാഫിളായിരുന്നു, അവൻ ഓതി. മൂന്നാമത്തവൻ അകത്ത് തന്നെ കയറുന്നില്ല. കാരണം മദ്രസയിൽ പോയിട്ടില്ല. അവന് വാപ്പ പേരിട്ടിരിക്കുന്നത് യാസീൻ എന്ന. ഇതുവരെ കണ്ടിട്ടുമില്ല അവൻ യാസീൻ. ആചാര്യ വിളിച്ചു, നിന്റെ പേരെന്താടാ? എന്റെ പേര് മുഹമ്മദ് യാസീൻ എന്നാണ്. പക്ഷെ നാട്ടിൽ എല്ലാരും വിളിക്കുന്നത് കുൽഹു അല്ലാഹു കുൽഹു അല്ലാഹു. കാരണം എന്താണെന്നറിയോ? ഇവൻ കരുതിയത് ഇങ്ങനെ പറയുമ്പോ ഇയാളിന് കുൽഹു അല്ലാഹു ഓതാൻ പറഞ്ഞാൽ അത്ര ഉപകാരമാവുമെന്ന് കരുതിയില്ല. ചില ആളുകൾക്ക് ഇതൊരു പ്രകടനമാണ്. മനസ്സിൽ ഈമാനൊന്നും ഉണ്ടായിട്ടില്ല, മനസ്സിൽ ഇസ്ലാമിയൊന്നുമില്ല, വെറുതെ ഒരു അഭിനയം മാത്രമാണ്. അങ്ങനെ ആവരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അജബല്ലി അംറിൽ മുഅ്മിനി, വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം മഹാത്ഭുതം. എന്തേ കാരണം? അവൻ അല്ലാഹു, ഇപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ കഫീൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി പറയുന്ന നിനക്ക് അടുത്ത മാസം മുതൽ ഒരു 500 റിയാൽ ശമ്പളം കൂടുതൽ തരാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാഹ്, ഇതേ അറിയാൻ നിങ്ങളെടുത്ത് വന്നിട്ട് പറയുന്നു ഒരു 500 റിയാൽ അടുത്ത മാസം മുതൽ നിനക്ക് കുറച്ചേ തരുന്നു, നിനക്ക് ഉരുകൊണ്ട് പോടാ ചെയ്താനെന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് ആദ്യം പറയണം. മനസ്സിന് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, എങ്കിലും ഈ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് നഷ്ടപ്പെടുന്ന 500-ന് പകരം അല്ലാഹു 2500 തിരിച്ച് പിന്നീട് തരും. അത് അല്ലാഹു അല്ലേ തരുന്നത്? കഫീലിലൂടെയാണ്, യജമാനിലൂടെയാണ്, മുതലാളിയിലൂടെയാണ്. എങ്കിലും റബ്ബാണ് തിരിച്ചു തരുന്നത് എന്ന ബോധം നമുക്ക് വേണം. നാട്ടിൽ ഫോൺ വിളിക്കുമ്പോഴും അങ്ങനെ, ഭാര്യ പറയുമ്പോ, കുടുംബക്കാര് പറയുമ്പോ, എത്ര പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ്, എത്ര സങ്കടം വന്നാലും അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മൂസിലി റളിയല്ലാഹു അൻഹുവിന്റെ ഉദരത്തിലെ പ്രകാശം
അദ്ദേഹം തന്റെ അനുചരന്മാരോട് പറഞ്ഞതെന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയോ? എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഒരു സ്വാലിഹത്തായ ഭാര്യ എനിക്ക് അല്ലാഹു തന്നതാണ്. ഫത്ഹുൽ മൂസിലി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കളെ നോക്കാനുള്ളവരാണ്, അവരെ പഠിപ്പിക്കാനുള്ളവരാണ്, അവർക്ക് സന്തോഷം കൊടുക്കാനുള്ളവരാണ്. അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് മാരക രോഗം കൊടുക്കല്ല അല്ലാഹ്. ഫത്ഹുൽ മൗസിലി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഭാര്യയുടെ ശരീരം നിറച്ച് വ്രണങ്ങൾ വന്നു. അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനമാണ്. തളർന്നുപോയ ശരീരവുമായി കിടക്കുന്ന ഭാര്യയുടെ അരികിലേക്ക് ഒരു ദിവസം ഞാൻ ചെന്നു. എനിക്ക് കരച്ചിൽ വന്നു. എന്റെ ഭാര്യയെ കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞപ്പോ വല്ലഹിക്കത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിനക്ക് വേദനയില്ലേ? നിനക്ക് വേദനയില്ലേ? എന്റെ ശരീരം ഇങ്ങനെ രോഗം കൊണ്ട് അല്ലാഹു കഷ്ടപ്പെടുത്തും. പെണ്ണേ, നിനക്ക് വേദനയില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചിന്തയുടെ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന സ്ക്രീനിലൂടെ ഈ പ്രോഗ്രാം ിക്കുന്ന സ്നേഹസമ്പന്നരായ പെങ്ങളെ, സ്നേഹസമ്പന്നരായ പെങ്ങളെ, അല്ലാഹു ആരോഗ്യം തന്നില്ലേ? അല്ലാഹു ആഫിയത്ത് തന്നില്ലേ? അല്ലാഹു സുഖം തന്നില്ലേ? അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യം തന്നില്ലേ? അതിന് പകരം നിന്റെ പടച്ചവൻ എന്തു കൊടുത്തു പെങ്ങളെ? ഈ പ്രിയപ്പെട്ട സഹോദരൻ ഫത്ഹുൽ മൗസിലി പറയുകയാണ്, എന്റെ ഭാര്യ എന്നോട് പറയുന്നു, നിനക്ക് വേദനയില്ലേ എന്ന് ഞാൻ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതെന്തെന്നറിയാം? അല്ലാഹുവിന്റെ ഈ രോഗവും ഈ കഷ്ടപ്പാടും എനിക്ക് തരുമ്പോൾ അതിന് ഞാൻ സഹിക്കുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമുണ്ടല്ലോ. എനിക്ക് അല്ലാഹു ഈ രോഗത്തിന് പകരം തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിന്റെ സങ്കടം മാറുകയാ, എന്റെ നൊമ്പരം മാറുകയാ. എന്റെ ജിദ്ദയിൽ വന്ന് പ്രവാസികളെ, ഇന്നിവിടുന്ന് ദുആ ചെയ്ത് പിരിയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ദുആ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. മുത്ത് റസൂല് ചൊല്ലാൻ പറഞ്ഞ ഒരു ദുആ, കഷ്ടപ്പാടിന്റെ നെരിപ്പോടിന്റെ നൊമ്പരത്തിന്റെ സങ്കടത്തിന്റെ പണിയിലേക്ക് പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹവ്വാ ബീവിയുടെ ഓർമ്മകൾ, ആദം അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ ജിദ്ദയുടെ മണ്ണിനെ പുളകം കൊള്ളിക്കും. അവിടെ ചവിട്ടി നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തന്നവരെ, അല്ലാഹു ഭാഗ്യം തന്നവരെ. മുത്ത് റസൂൽ വകാന യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻദൽ ബുദ്ധിമുട്ടിന്റെ സമയത്ത്, ഒരു രോഗത്തിന്റെ സമയത്ത്, ഒരു പ്രയാസത്തിന്റെ സമയത്ത്, പ്രതിസന്ധിയുടെ സമയത്ത് ബഹുമാനപ്പെട്ട മുത്ത് റസൂല് ഒരു ദുആ ചൊല്ലിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദുആ ചൊല്ലിയിരുന്നു. ആ ദുആ പറഞ്ഞിരുന്നു, ഭാര്യമാരോട് ചെല്ലാൻ പറയലല്ല, പ്രവാസികളെ നിങ്ങൾ ചൊല്ലുക, ചെറുപ്പക്കാരാ നിങ്ങൾ ചൊല്ലുക, ഗൾഫുകാരാ നിങ്ങൾ ചൊല്ലുക. ആ ദുആ കൊണ്ട് അല്ലാഹു നിങ്ങൾക്കൊരു വലിയ നേട്ടമാണ് തരുന്നത്, വലിയ നേട്ടമാണ് തരുന്നത്. കുഞ്ഞ് മരണപ്പെട്ടു പോയി. വീണ്ടും ഒരു 4 വർഷം ഞാൻ പൊട്ടിക്കരഞ്ഞു, അല്ലാഹുവേ വീണ്ടും ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോ അല്ലാഹു തന്ന കുഞ്ഞുണ്ടല്ലോ, മക്കളെ മടിയിലിട്ട് ആ മക്കൾക്ക് മുത്തം കൊടുക്കുന്ന, ആ മക്കൾക്ക് മുത്തം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഴിഞ്ഞ് വീണ്ടും ഒരു മോളെ എനിക്ക് അല്ലാഹു തന്നു. ഉസ്താദൊന്ന് വരും. ആ വാഹനത്തിൽ എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്. 2 കൈയും 2 കാലും കെട്ടി. 11 വയസ്സുകാരൻ, സംസാരിക്കാൻ അറിയില്ല, സ്നേഹിക്കാൻ അറിയില്ല. സ്നേഹത്തിൽ
കൈയടിച്ചു കിട്ടാ സീറ്റ് വലിച്ചു കീറുകയാണ്, കയ്യിൽ എടുത്ത് ചെയ്യുകയാണ്. എന്റെ പൊന്നുമോളെ ഒന്ന് മരിപ്പിക്കണേ എന്ന് നിങ്ങളൊന്ന് ദ്വാരക്കണേ, നിങ്ങളൊന്ന് ദ്വാരക്കണേ. സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ കുഴഞ്ഞുപോയെന്ന പ്രിയപ്പെട്ടവരെ, സമാധാന വാക്ക് പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഹദീസ് പറയുമ്പോ, ആയത്ത് പറയുമ്പോ പെങ്ങള് പൊട്ടിക്കരയുകയാണ്. 11 വർഷം കൊണ്ട് നോക്കുകയാണ്. ഇനി എനിക്ക് എന്റെ പൊന്നുമോളെ വേണ്ട, ആ പൊന്നുമോള് മരിക്കണമെന്ന് നിങ്ങളൊന്ന് ദ്വാരക്കണം. അല്ലാഹുവേ, ആ ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലോ, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല, ആ ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല. ഞങ്ങളുടെ മക്കളുടെ രോഗം മാറണേ അല്ല, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കല്ലേ അല്ല, ഞങ്ങളുടെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ അല്ല. ജിദ്ദയിൽ വന്ന ബിസിനസ്സുകാര്, കച്ചവടക്കാര്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവര്, ഒരു കാര്യം നിങ്ങളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഒറ്റ കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തി വെച്ച രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഞാനൊന്ന് കടന്നു വരികയാണ്. മലപ്പുറം ജില്ലയുടെ കരിങ്കല്ലത്താണിയിൽ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെ മനസ്സിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് പറയുന്നത് അവിടുത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത തീർത്തു കൊടുക്കാറില്ല, അങ്ങനെ 50-50 പൈസ വാങ്ങിയിട്ട് ബാക്കവിയുടെ കട്ടപ്പാട് മാറ്റാനല്ല. നിങ്ങളൊക്കെ പറയുമല്ലോ, എത്രയോ ഗൾഫുകാര്, എത്രയോ പ്രവാസികള് യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ ഈ പാവപ്പെട്ട നൗഷാദ് വാക്കിയെ കുത്തി നോവിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും വേദനിക്കൂല ചെറുപ്പക്കാരാ, എന്റെ നെഞ്ചത്ത് കയറി നിന്ന് ചവിട്ടിയാലും എനിക്ക് വേദനിക്കൂല. 1 മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറഞ്ഞു വാങ്ങുന്ന പ്രവാചകനാണ്. കിടക്കാൻ കൊട്ടാരങ്ങൾ കൊടുക്കാൻ ആവശ്യപ്പെടുന്ന പ്രവാചകനാണ്. ചെക്കെഴുതി ഒപ്പിട്ട് കൊടുക്കാറ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത പ്രവാചകനാണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു 35 രൂപയുടെ കിതാബ് വേണം ബാപ്പാ എന്ന് പറയുമ്പോൾ 3 മാസം വരെ ജോലിക്ക് പോയിട്ട് ഒരു 35 രൂപയുടെ മീസാൻ എന്ന കിതാബ് വാങ്ങിത്തരാൻ കഴിവില്ലാത്ത വാപ്പയുടെ പൊന്നുമോനാണ് നൗഷാദ് വാക്ക്. എന്റെ ചിന്തയിലുള്ള സഹോദരങ്ങളോട് പറയാണ്, മരിക്കുന്നതുവരെ ഈ ശബ്ദം വില പറഞ്ഞിട്ട് എന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, ഞാൻ ചെലവഴിക്കൂല. ഇങ്ങനെ ശബ്ദം ചെലവഴിച്ചിട്ട് എന്റെ ഭാര്യയ്ക്ക് ജീവിക്കണ്ട, എന്റെ മക്കൾക്ക് ജീവിക്കണ്ട, അതിന് വില പറഞ്ഞ് മണിക്കൂറുകൾക്ക് റേറ്റ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാൻ ഇത് സർക്കസ് അല്ല, ഇത് നാടകമല്ല, ഇത് അഭിനയമല്ല. എന്റെ സഹോദരങ്ങളെ, ഞാൻ മനസ്സു തുറന്ന് പറയുകയാണ്, എനിക്ക് സ്ഥാപനങ്ങളില്ല, എനിക്ക് അറബി കോളേജുകളില്ല, എനിക്ക് യതീംഖാനകളില്ല, എനിക്ക് പള്ളികളില്ല, എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നതെന്തിനെന്നറിയുമോ? കണ്ണുനീരോടെ പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വിട്ടതാണ്, മോനെ ഒന്ന് പോയിട്ട് വരുമോ, അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊന്ന് പറയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തെറ്റിദ്ധരിക്കല്ലേ, ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ വേദനിക്കൂല. എന്റെ നാട്ടിലെ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങൂല. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഗൾഫുകാരെ, ഞാൻ ഏറ്റവും പാണക്കാട് ശിഹാബ് തങ്ങളുടെ സഹോദരന പേര് വലിയ ഹിന്ദുപ്പുറകളുടെ കരിങ്കല്ലത്താണി ഉമർ അലി ശിഹാബ് തങ്ങൾ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എന്ന പേരിൽ ഒരു 100 മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ, ഒരു 100 മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഒരു 100 മക്കൾക്ക് വസ്ത്രം ധരിക്കാൻ, ഒരു 100 മക്കൾക്ക് ഹാഫിളാകാൻ, ഒരു 100 മക്കൾക്ക് സന്തോഷത്തോടെ ഖുർആൻ ഓതാൻ ഒരവസരം അൽഹംദുലില്ലാഹ് മലപ്പുറം ജില്ലയിൽ നടക്കാൻ പോവാണ്. അവിടെയുള്ള സ്ഥാപനത്തിൽ ഏറ്റവും വലിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് മനോഹരമായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ അല്ലാത്ത പവറുള്ള തങ്ങളാ.
വല്ലാത്ത അത്ഭുതമുള്ള തങ്ങളാ, മോശമല്ല. ആ പേരിട്ട സ്ഥാപനങ്ങൾക്ക് പോലും കറാമത്താണ്. ആ പേരിട്ട സ്ഥാപനങ്ങൾക്ക് പോലും കറാമത്താണ്. നിങ്ങൾക്കറിയോ, ഇന്നലെ തമാമില് പാവപ്പെട്ട പ്രവാസികൾ എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ തരാറൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഞാൻ നടത്തുന്ന സ്ഥാപനമല്ല, പക്ഷേ അതിന്റെ സംഘാടകരെ കണ്ടപ്പോ മനസ്സലിഞ്ഞു പോയി. സമസ്തയുടെ മുശാവർ അംഗമായ പാവപ്പെട്ട ആലിപ്പറമ്പ് ഉസ്താദിനെ പോലെയുള്ള വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച ശ്വാസം മുട്ടും ചുമയും കൊണ്ട് നടക്കാൻ കഴിയാത്തവര് ഇതിനു വേണ്ടി ഓടുന്നതെന്തിനെന്നറിയോ? ഇതിനു വേണ്ടി ഓടുന്നതെന്തിനെന്നറിയോ? അവര് മരിക്കുമ്പോ അവർക്കൊരു ദുആ കിട്ടണ്ടേ? പ്രിയപ്പെട്ടവരെ, പാറന്നൂർ ഉസ്താദിന്റെ മയ്യത്ത് നിസ്കരിച്ചത് 20 പ്രാവശ്യമാണ്. പാറന്നൂർ 20 പ്രാവശ്യമാണ്, ഒന്നും രണ്ടുമല്ല, 20 പ്രാവശ്യം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ മരിക്കുമ്പോ ഒരു മുത്തല്ലിമ കാണുമോ, ഒരു ആഫിദ് കാണുമോ, ഒരു വലിഹി കാണുമോ, ഒരു ആരിഫ് കാണുമോ അറിയില്ല. സാബിക്കലി തങ്ങളോട് ഒട്ടിച്ചേർന്നുകൊണ്ട് വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവരെന്തിനാ? മരിച്ചെന്നറിയുമ്പോ ആ പാവപ്പെട്ട സുഹൃത്തായ, ആ പാവപ്പെട്ട സയ്യിദായ പ്രിയപ്പെട്ട സാദിഖലി തങ്ങള്, അല്ലാഹുവേ പാവമായിരുന്നു പുറത്തു കൊടുക്കണേ എന്നൊരു വാക്കു പറയുമ്പോ എന്റെ ഖബർ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുമല്ലോ, എന്റെ ഖബർ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടുമല്ലോ. അതല്ലാതെ നോട്ടുകെട്ടുകൾക്ക് വേണ്ടിയല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെ ചിന്തിക്കുന്ന പ്രവാസികളുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി വേദനയോടെ പറയുകയാണ്. ഇന്ന് ആ സ്ഥാപനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടമാണ്. പട്ടിണി കിടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, പണിതീരാതെ പട്ടിയും പൂച്ചയും കയറിക്കിടക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അതിന്റെ പേര് ശിഹാബ് തങ്ങളെന്നോ അതിന്റെ പേര് ഉമർ അലി തങ്ങളെന്നോ സഹിക്കാൻ പറ്റൂല. പ്രവാസികളെ സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ പേരിനോടുള്ള മഹബത്ത് കൊണ്ട്, ആ ഹിഫ്ദിനോടുള്ള മഹബത്ത് കൊണ്ട്, ആ ഖുർആനിനോടുള്ള മഹബത്ത് കൊണ്ട് ഞങ്ങൾ മരണപ്പെട്ടാൽ ആരും വന്നില്ലെങ്കിൽ വേണ്ട പടച്ചവനെ, ആ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട മക്കള് 24 മണിക്കൂറും കണ്ണുവെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, ഖുർആനിന്റെ പുണ്യം കിട്ടാൻ, അതിനുപരി അതിനു പകരം എനിക്ക് തരാനുള്ളത് ദുആ മാത്രമാണ്, വേറൊന്നുമില്ല പകരം തരാൻ. എവിടെയൊക്കെ അത് പറഞ്ഞാലും അവിടെയൊക്കെ ദുആ. ഈ റമദാനിൽ 4 നോമ്പ് തുറക്കാൻ ഭാഗ്യം കിട്ടിയത് മസ്ജിദുൻ നബവിയുടെ റിയാദുൽ ജന്നയിലാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ സൗഭാഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. 3 മണിക്ക് ഇരുന്നിട്ട് തറാവീ കഴിയുന്നത് വരെ അവിടെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു, അൽഹംദുലില്ലാഹ്. അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ദ്വാരക്കാം. വ്യാഴാഴ്ച മദീനത്ത് പോവുകയാണ്, വ്യാഴാഴ്ച മദീനത്ത് പോവുകയാണ്. ഉമർ ഖാദിയുടെ ബൈത്ത് പാടി, ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ പാടി, പകൽ മുഴുവനും എന്റെ മുത്തിന്റെ ചാരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കറിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി മറക്കാതെ ദ്വാരക്കും ഉറപ്പാണ്, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്തു ഒരാൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് 1 ലക്ഷം രൂപ ആ സ്ഥാപനത്തിന് വേണ്ടി, ഉസ്താദെ ഞാൻ വാഗ്ദാനം തരികയാണ്, ഉസ്താദെ ഞാൻ വാഗ്ദാനം തരികയാണ്, ഇൻഷാ അല്ലാഹ് എന്റെ റൂഹുള്ളിടത്തോളം കാലം ആ സഹോദരനെ ഞാൻ മറക്കൂല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്നും ദുആ ഉണ്ടാവും, വേറൊന്നും പകരം തരാനില്ല. ആ സ്ഥാപനത്തിന്റെ പട്ടിണി മാറ്റാൻ, അതിന്റെ കഷ്ടപ്പാട് മാറ്റാൻ, ആ തങ്ങന്മാരുടെ പേരിട്ടിരിക്കുന്ന സ്ഥാപനത്തിന്റെ നൊമ്പരം മാറ്റാൻ ഒരാൾ തന്റെ ബിസിനസിന്റെ, തന്റെ കച്ചവടത്തിന്റെ, തന്റെ ഐശ്വര്യത്തിന്റെ, തന്റെ അഭിവൃദ്ധിയുടെ ഒരു വിഹിതം തന്റെ മക്കൾ മരിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു ഗതികേട് വരാതിരിക്കാൻ, തന്റെ മക്കളെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരു അപകടകരമായ അവസ്ഥ വരാതിരിക്കാൻ അല്ലാഹു റബ്ബിനെ സാക്ഷി നിർത്തി. അല്ലാഹു ചിലപ്പോ സമ്പത്ത് തന്നുകൊണ്ടിരിക്കും, ചിലപ്പോ തിരിച്ചെടുത്തുകൊണ്ടിരിക്കും, ചിലപ്പോ കച്ചവടം വിജയിപ്പിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് റബ്ബ് ചെയ്യുന്ന കാര്യമാണ്, അതിൽ നമുക്ക് കൈകടത്താൻ പറ്റൂല. പക്ഷേ ഇതിൽ രണ്ടാമത് പറഞ്ഞത് അല്ലാഹു തരാതിരിക്കട്ടെ. സമ്പത്തിന്റെ വിജയം, കച്ചവടത്തിന്റെ പുരോഗതി, സാമ്പത്തിക ലാഭവും ശേഷിയുമൊക്കെ ഇത് പറയുന്ന ഒന്നാമത്തെ ആളിനെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഒരാള് സന്തോഷത്തോടെ ഒരാളൊന്ന് തുടങ്ങി വെക്കണം. ആർക്കാണതിനുള്ള ഭാഗ്യം കിട്ടുന്നത്? ആരാണതിന് മനസ്സ് കാണിക്കുന്നത്? ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച മദീനത്ത് ചെന്നാൽ ആദ്യ ദുആ പ്രിയപ്പെട്ട സഹോദരന്, എന്റെ മജ്ലിസിന്റെ ദുആ. കൂടാതെ ഹൈദരലി തങ്ങൾ പറഞ്ഞുവിട്ട ആ വാക്കുപാലിച്ച് തിരിച്ചവിടെ മടങ്ങിയെത്തുമ്പോ ഈ ജിദ്ദയിൽ നിന്ന് ആദ്യം പറഞ്ഞ സഹോദരനെ മറക്കില്ല. സർവാധിനാഥനായ
സർവശക്തനായ പടത്തിൽ അനുഗ്രഹിക്കട്ടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.